സുഹൃത്തുക്കളെ, വിശ്വഗുരുവാണ്, 56 ഇഞ്ച് നെഞ്ചളവ് ഉള്ളവനാണ് എന്നൊക്കെയാണ് മോദിയെക്കുറിച്ച് BJP അവകാശപ്പെടുന്നത്. ഇപ്പോൾ അത് തെളിയിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് മോദിക്ക് കൈവന്നിരിക്കുന്നത്. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ രാജ്യത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള സുവർണ അവസരം. അതിനുവേണ്ടി പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സ്പെഷ്യൽ സെഷൻ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരിക്കുകയാണ്. പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഫുൾ ആക്ഷൻ മോഡിലാണ് പ്രതിപക്ഷവും, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയും. രാഹുൽ ഗാന്ധി തന്റെ അമേരിക്കൻ യാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലെത്തിയ ഉടൻ കേന്ദ്രം വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് തന്റെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഗവൺമെന്റ് എടുക്കുന്ന ഏത് നടപടിക്കും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അതിനുശേഷം ഈ ആക്രമണം ഉണ്ടായ ജമ്മു കാശ്മീർ സന്ദർശിച്ച് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. അതുപോലെ അദ്ദേഹം ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് ജമ്മു കാശ്മീരിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയെ സന്ദർശിക്കുകയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അതുപോലെ അദ്ദേഹം മീഡിയയുടെ മുന്നിൽ വന്ന് ഈ അവസരത്തിൽ ജനങ്ങളെല്ലാം ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം കാൺപൂരിലെത്തി ഈ തീവ്രവാദ ആക്രമണത്തിന് ഇരയായി മരിച്ച ശുഭം ദ്വിവേദിയുടെ കുടുംബത്തെ സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഫുൾ ആക്ഷൻ മൂഡിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് വസ്തുത. ഈ സമയത്ത് കേൾക്കുന്ന മറ്റൊരു വിവരം, നരേന്ദ്രമോദി മെയ് 4-ാം തീയതി വീണ്ടും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവുകയാണ് എന്നാണ്. ഇപ്പോഴിതാ ഈ ഏപ്രിൽ 28-ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുകയാണ്. ട്വിറ്ററിലൂടെയാണ് അദ്ദേഹം ഈ കാര്യം ജനങ്ങളെ അറിയിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പാർലമെന്റിന്റെ സ്പെഷ്യൽ സെഷൻ വിളിച്ചുകൂട്ടാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രധാനമന്ത്രിക്കുള്ള എൻ്റെ കത്താണ് ഇത്. ഈ നിർണായക സമയത്ത് തീവ്രവാദത്തിനെതിരെ നമ്മൾ എല്ലാവരും ഒരുമയോടെ നിൽക്കുകയാണെന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിലുള്ള ഒരു കത്താണ് പ്രധാനമന്ത്രിക്ക് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, പഹൽഗാമിലെ തീവ്രവാദ ആക്രമണം എല്ലാ ഇന്ത്യക്കാരെയും രോഷാകുലരാക്കിയിരിക്കുകയാണ്. ഈ നിർണായക സമയത്ത് തീവ്രവാദത്തിനെതിരെ നമ്മൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കുമെന്ന് ഇന്ത്യ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പാർലമെന്റിന്റെ ഇരുസഭകളുടെയും ഒരു സ്പെഷ്യൽ സെഷൻ വിളിച്ചുകൂട്ടി അതുവഴി ജനപ്രതിനിധികൾക്ക് അവരുടെ ഒത്തൊരുമയും ദൃഢനിശ്ചയവും ജനങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നു. കഴിയുന്ന എത്രയും വേഗം അത്തരം ഒരു സെഷൻ വിളിച്ചുകൂട്ടണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നു എന്നല്ല, മറിച്ച് പ്രതിപക്ഷം ഒന്നടങ്കം വിശ്വസിക്കുന്നത് ഉടനടി പാർലമെന്റിന്റെ ഒരു സ്പെഷ്യൽ സെഷൻ വിളിച്ചുകൂട്ടി തങ്ങളുടെ ഒത്തൊരുമ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ്. തീർച്ചയായും ഈ സമയത്ത് വളരെ ആവശ്യമായ അർത്ഥവത്തായ കാര്യമാണ് പാർലമെന്റിന്റെ ഒരു സ്പെഷ്യൽ സെഷൻ വിളിച്ചുകൂട്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടാണെന്ന് രാജ്യത്തെയും ലോകത്തെയും കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും സമാനമായ ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് എഴുതുകയുണ്ടായി. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം അറിയിച്ചത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും ഒരു സ്പെഷ്യൽ സെഷൻ വിളിച്ചുകൂട്ടുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എൻ്റെ കത്താണ് ഇത്. ഒരുമയും ഐക്യദാർഢ്യവും അത്യാവശ്യമായ ഈ നിമിഷത്തിൽ പ്രതിപക്ഷം വിശ്വസിക്കുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും ഒരു സ്പെഷ്യൽ സെഷൻ കൂടേണ്ടത് വളരെ പ്രധാനമാണ്. ഇത് നമ്മളുടെ കൂട്ടുത്തരവാദിത്വത്തിന്റെയും നിഷ്കളങ്കരായ പൗരന്മാരുടെ മേൽ ഏപ്രിൽ 22-ാം തീയതി നടന്ന അതിക്രൂരമായ തീവ്രവാദ ആക്രമണത്തെ നേരിടുന്നതിനുള്ള ചങ്കുറപ്പിന്റെയും ശക്തമായ പ്രകടനമായിരിക്കും. ഇങ്ങനെയൊരു സെഷൻ ഉടനടി വിളിച്ചുകൂട്ടുമെന്ന് ഞങ്ങൾ അതിയായി പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രിക്ക് അദ്ദേഹം എഴുതിയ കത്തും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഉള്ളതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ട്വിറ്ററിൽ എഴുതിയ അതേ വാക്കുകൾ തന്നെയാണ്. കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ട പാർലമെന്റിന്റെ സ്പെഷ്യൽ സെഷൻ ഈ അവസരത്തിൽ
വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുവഴി രാജ്യത്തെ ജനങ്ങൾ മുഴുവനും മാത്രമല്ല, ലോകത്തെ മൊത്തം ഇന്ത്യക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. രാജ്യത്തിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇവിടെ ഭരണപക്ഷവുമില്ല, പ്രതിപക്ഷവുമില്ല, മറിച്ച് എല്ലാവരും രാജ്യ താല്പര്യത്തിൽ ഒറ്റക്കെട്ടാണെന്ന്. അത് തീവ്രവാദികൾക്കും പാകിസ്ഥാനുമുള്ള ശക്തമായ ഒരു സന്ദേശമായിരിക്കുമെന്ന് ഉറപ്പാണ്. അതിനാൽ ഇവരുടെ ആവശ്യം മുഖവിലക്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടനെ തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സ്പെഷ്യൽ സെഷൻ വിളിച്ചു കൂട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.